പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന യാതൊന്നും യൂത്ത് കോൺഗ്രസുകാർ ചെയ്തിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ട് അധികം നാളായില്ല. പാർട്ടിയിലെ നേതൃമാറ്റ ചർച്ചകൾ കുളം കലക്കി തുടർന്നപ്പോഴാണ് രാഹുലിന് ഇത് പറയേണ്ടി വന്നത്. അതേ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഒരു 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു യുവ നേതാവിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? ഈ 10 വർഷക്കാലത്തിനിടയിലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. നാക്കടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവാളെ. ഗുരുവിനെ വെട്ടുന്ന വിത്ത വിരല് മുറിച്ച് ദക്ഷിണായി വാങ്ങേണ്ടതരാ. അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇത്. സാധാരണ പ്രവർത്തകരെ തെരഞ്ഞെടുക്കുന്ന, സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ടുന്ന പ്രസ്ഥാനം ഇത്തരം ഒരു ചർച്ചകളുടെ പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ, ഒരിക്കൽ കൂടി പറയുന്ന, മൊറയിൽ തകർക്കും. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് പറഞ്ഞ പോലെ ആയി. PV അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി വീട്ടിൽ പോയി കണ്ട് സ്വന്തം നിലയിൽ അനുരഞ്ജന ചർച്ച നടത്തിയതാണ് അൻവർ വെളുക്കും മുമ്പ് വിളിച്ചു പറഞ്ഞത്. അതും VD സതീശൻ മുന്നണിയുടെ വാതിൽ അൻവറിന്റെ നേർക്ക് വലിച്ചടച്ചതിനു ശേഷം. മുതിർന്നവർക്കില്ലാത്ത പക്വതയും പാകതയുമുള്ള യൂത്തിനെ ശാസിക്കാനാണ് VD സതീശന്റെ തീരുമാനം. UDF നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. ഞാൻ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? അൻവർ കുറെ ഉപാധികൾ വെക്കുക, അതിനകത്ത് ഞാൻ മധ്യസ്ഥനാകാം, അല്ലെങ്കിൽ മുന്നണിയിലേക്ക് ഞാൻ എടുക്കാൻ ശ്രമിക്കാം എന്നൊന്നുമല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത്, ശ്രീ PV അൻവർ, താങ്കൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് തെറ്റാണ് എന്ന് പറയുമ്പോ അത് തന്നെയല്ലേ പാർട്ടിയും പറയുന്നത്. വേണ്ട തലയിരിക്കുമ്പോ വാലാറണ്ട. ഞാൻ വിശദീകരണം ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിലിട്ടിപ്പ തന്നത്. 1, UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. 2, ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? മനസ്സിലായടാ? ഗുഡ് നൈറ്റ് കേട്ടാ. രാഹുൽ മാക്കൂട്ടം ഒരു കുട്ടിയല്ലേ, അദ്ദേഹം അക്കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. അത്ര പാവമൊന്നുമല്ല. കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ 4 MA പഠിക്കണേ. വ്യക്തിപരമായ സന്ദർശനമാണെന്നൊക്കെ പറഞ്ഞല്ലോ. അത് അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. അധികം സ്മാർട്ട് ആകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായി. തപ്പയ്ക്കോ.